റിയൽ മണി ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനം കാരണം ഓഗസ്റ്റിൽ UPI ഇടപാട് മൂല്യം കുത്തനെ കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം UPI ഇടപാട് മൂല്യം 2500 കോടി രൂപ കുറഞ്ഞു. കഴിഞ്ഞ മാസം ഗെയിമിംഗ് വിഭാഗത്തിൽ 7441 കോടി രൂപയും 271 ദശലക്ഷം ഇടപാടുകളും നടന്നു. എന്നാൽ ജൂലൈയിൽ ഗെയിമിംഗ് വിഭാഗത്തിൽ നടന്നത് 10076 കോടി രൂപയുടെ 351 ദശലക്ഷം ഇടപാടുകളാണ്. ഇവ താരതമ്യം ചെയ്യുമ്പോൾ 25% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കണക്കുകൾ പുറത്തു വന്നതോടെ സൂചിപ്പിക്കുന്നത് ഗെയിമിംഗ് മേഖലയുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും റിയൽ മണി ഗെയിമുകളിൽ നിന്നാണ് എന്നതാണ്. NPCIയുടെ കണക്കുകൾ പ്രകാരം റിയൽ മണി വാലറ്റ് നിറയുന്നതിന്റെ 90%-ലധികവും UPI വഴിയാണ് എന്നാണ്. മാത്രമല്ല ഇത് എല്ലാ മാസവും 10,000 കോടി രൂപയിലധികം മൂല്യമുള്ളതായിരുന്നു. വാർഷിക വിറ്റുവരവ് 1.2 ലക്ഷം കോടി രൂപയായിരുന്നു. UPI പ്ലാറ്റ്ഫോമിൽ ഗെയിമിംഗ് വിഭാഗത്തിൽ പ്രതിമാസം ഏകദേശം 350-400 ദശലക്ഷം ഇടപാടുകൾ നടന്നു. മൊത്തത്തിൽ ഇത് 19 ബില്യണിലധികം ഇടപാടുകൾ വരും. ഏകദേശം 25 ലക്ഷം കോടി രൂപ മൂല്യമുള്ളതാണ് ഈ ഇടപാടുകൾ. നിരോധനം വന്നതോടുകൂടി മിക്ക ഗെയിമിംഗ് സ്ഥാപനങ്ങളും ഉടൻ തന്നെ റിയൽ മണി ഗെയിമുകൾ നിർത്തി സ്പോർട്ടിലേക്കും സോഷ്യൽ ഗെയിമിംഗിലേക്കും മാറി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി സ്ഥാപനങ്ങൾ അവരുടെ നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ നീക്കം ഉണ്ടാകുന്നതുവരെ മിക്ക RMG സ്ഥാപനങ്ങളും ലാഭകരമായിരുന്നു. അതേസമയം ഇന്ത്യയുടെ ഡിജിറ്റൽ ഗെയിമിംഗ് ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രധാന നീക്കമായിട്ടാണ് 2025-ലെ ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ ലോക്സഭ പാസാക്കിയത്. രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള സാങ്കേതിക വളർച്ചയും പൊതുസുരക്ഷയും സന്തുലിതമാക്കാൻ നിയമനിർമ്മാണം ശ്രമിക്കുന്നു. സ്പോർട്സും വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ദോഷകരമായ റിയൽ മണി ഗെയിമുകൾ നിരോധിക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. സർഗാത്മകവും നൂതനവുമായ ഗെയിം വികസനത്തിന്റെ ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറാൻ ഒരുങ്ങുകയാണെന്നാണ് ബിൽ അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും യുവാക്കളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കുന്നതിന് അതിന്റെ ദുരുപയോഗം തടയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല ഡിജിറ്റൽ ഇന്ത്യയ്ക്കായുള്ള സന്തുലിത വളർച്ചാതന്ത്രം എന്നാണ് നിയമനിർമ്മാണത്തെ വിശേഷിപ്പിച്ച സർക്കാർ യഥാർത്ഥ പണ ഗെയിമിംഗിന്റെ മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ ദോഷങ്ങളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും പ്രസ്താവിച്ചു. കൂടാതെ നവീകരണത്തെ ഉത്തേജിപ്പിക്കുക, ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കുക, ഇന്ത്യയുടെ സൃഷ്ടിപരമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഘടനാപരമായ മുന്നേറ്റം നൽകുക, ഉത്തരവാദിത്തമുള്ള ഗെയിമിംഗിൽ രാജ്യത്തെ ആഗോള നേതാവായി സ്ഥാപിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. 2025-ലെ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നു. പഠനം, കായികം, ആവിഷ്കാരം എന്നിവയ്ക്കുള്ള ഉപകരണങ്ങളായി ഗെയിമുകളുടെ സാധ്യതകളെ ഇന്ത്യ പിന്തുണയ്ക്കുമ്പോൾ പൗരന്മാരുടെ ക്ഷേമത്തിന് അപകടമുണ്ടാകുന്ന പ്ലാറ്റ്ഫോമുകൾക്കെതിരെ അത് ഉറച്ച നിലപാടും സ്വീകരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.